അതിന് യേശു, പകലിന് 12 മണി നേരമില്ലയോ? പകൽ സമയത്ത് നടക്കുന്നവൻ ഈ ലോകത്തിൻ്റെ വെളിച്ചം കാണുന്നത് കൊണ്ട് ഇടറുന്നില്ല. രാത്രിയിൽ നടക്കുന്നവനോ അവന് വെളിച്ചമില്ലായ്കൊണ്ട് ഇടറുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ലാസർ മരിച്ച 4-ാമത്തെ പകൽ യേശു തൻ്റെ ശിഷ്യരോട് പറഞ്ഞു, നാം യഹൂദിയിലേക്ക് പോകാം. അത് കേട്ട് ശിഷ്യന്മാർ യേശുവിനോട് പറഞ്ഞു, ഗുരു, അങ്ങ് യഹൂദിയിലേക്ക് പോയാൽ അവിടെയുള്ള യഹൂദന്മാർ അങ്ങയെ ഉപദ്രവിക്കാൻ സാധ്യതയുണ്ട്. അവർ അങ്ങയെ കല്ലെറിയാൻ ഭാവിക്കുന്നുണ്ട്. ഇപ്പോൾ അങ്ങോട്ട് പോകണമോ? ശിഷ്യന്മാരെ ഭയം കീഴ്പ്പെടുത്തുകയാണ്. യഹൂദന്മാർ യേശുവിനെ കല്ലെറിയാൻ ഭാവിക്കുന്നു എന്ന വാർത്ത കേട്ട് അവർ ഭയപ്പെട്ട് നിൽക്കുമ്പോൾ യേശു അവരോട് പറഞ്ഞ മറുപടിയാണ് ഇന്ന് പകൽ ദൈവം നമുക്ക് നൽകുന്ന വചനം. യേശു അവരോട്, പകലിന് 12 മണി നേരമില്ലയോ? പകൽ സമയത്ത് നടക്കുന്നവൻ ഈ ലോകത്തിൻ്റെ വെളിച്ചം കാണുന്നത് കൊണ്ട് ഇടറുന്നില്ല. രാത്രിയിൽ നടക്കുന്നവനോ അവന് വെളിച്ചമില്ലായകൊണ്ട് ഇടറുന്നു എന്ന് ഉത്തരം പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്ന പകലിലാണ് അവർ യഹൂദിയിലേക്ക് യാത്ര ചെയ്യുന്നത്. നല്ല പ്രകാശമുള്ള പകൽ ശിഷ്യന്മാർ ഭയപ്പെടുകയാണ്. സാധാരണ മനുഷ്യർ ഭയപ്പെടുന്നത് രാത്രിയിലാണ്. ഇരുട്ട് നിറഞ്ഞ നിശബ്ദമായ അന്തരീക്ഷത്തിൽ ഭയം മനുഷ്യനെ വേട്ടയാടുന്നുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്ന പകൽ ശിഷ്യർ ഭയപ്പെടുന്നത് കണ്ട് യേശു പറഞ്ഞു, ഈ ലോകത്തിൻ്റെ വെളിച്ചം കാണുന്നവർ പകൽ സമയത്ത് ഇടറുന്നില്ല. രാത്രിയിലാണ് മനുഷ്യർ ഇടറുന്നത്. എല്ലാവരും ഭയപ്പെട്ട് നിൽക്കുമ്പോൾ യേശു ഭയപ്പെടാതെ മുൻപോട്ട് ചുവടുവെക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, എന്താണ് യേശു ഭയപ്പെടാത്തത്? യേശുവിനെ മുൻപോട്ട് ചലിപ്പിക്കുന്നത് എന്താണ്? തൊട്ടു മുൻപിൽ ഒരു വലിയ ഉപദ്രവമുണ്ട്. അവർ അവനെ കല്ലെറിയാൻ സാധ്യതയുണ്ട്. ഇങ്ങനെയുള്ള വാർത്തകൾ കേട്ടിട്ട് എന്താണ് യേശു ഭയപ്പെടാതെ മുൻപോട്ട് ചലിക്കുന്നത്? തിരുവചനം പറയുന്നു, എൻ്റെ വാക്ക് കേൾക്കുന്നവൻ നിർഭയം വസിക്കുകയും ദോഷഭയം കൂടാതെ സ്വൈര്യമായിരിക്കുകയും ചെയ്യും. ശിഷ്യന്മാർ ഭയപ്പെട്ടിരിക്കുമ്പോൾ യേശു ഭയപ്പെടാതെ മുൻപോട്ട് ചലിക്കുന്നത് പിതാവിൽ നിന്ന് കേട്ട ആലോചന പ്രകാരമാണ്. ദൈവത്തിൻ്റെ ശബ്ദമാണ് യേശുവിനെ മുൻപോട്ട് നയിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, വ്യക്തമായ ദൈവശബ്ദം കേട്ടിട്ട് തന്നെയാണ് യേശു മുൻപോട്ട് ചലിക്കുന്നത്. ഇന്ന് പകൽ സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്ന ഈ സമയത്തും നിങ്ങൾക്ക് ഭയം വന്നു ഭവിക്കാൻ സാധ്യതയുണ്ട്. ഈ ലോകത്തിലെ ചില കാഴ്ചകൾ, ഈ ലോകത്തിലെ കേൾവികൾ രാത്രി അല്ലെങ്കിൽ പോലും ഈ പകലിലും നിങ്ങളെ ഭയപ്പെടുത്താൻ സാധ്യതയുണ്ട്. എന്നാൽ നീതിസൂര്യനായ യേശു ക്രിസ്തു, ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചമായ യേശു നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ, വചനമുണ്ടെങ്കിൽ, വചനം വെളിച്ചമാണ്. വെളിച്ചം ഇരുട്ടിലാണ് പ്രകാശിക്കുന്നത്. ഇരുളോ വെളിച്ചത്തെ പിടിച്ചടക്കിയില്ല. നിങ്ങളുടെ അകത്ത് വചനമുണ്ടെങ്കിൽ നിങ്ങളുടെ അകത്ത് വെളിച്ചമുണ്ട്. നിങ്ങൾ എന്തിനാണ് ഇരുട്ടിനെ ഭയപ്പെടുന്നത്? നിങ്ങളെ കണ്ട് ഇരുട്ട് ഭയപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, യേശു കർത്താവ് ഭയപ്പെടാതിരിക്കുന്നത് അവൻ വെളിച്ചമായതുകൊണ്ടാണ്. അതെ, യേശു ഇന്ന് പകൽ നിങ്ങളോട് കൂടെയുണ്ട്. യേശു നിങ്ങളുടെ അകത്തുണ്ട്. ഈ ലോകത്തിലെ ഒരു കേൾവിക്കും ഒരു കാഴ്ചയ്ക്കും നിങ്ങളെ തകർക്കുവാൻ കഴിയുകയില്ല. നിങ്ങളെ തകർക്കുവാൻ ശത്രു എത്ര വലിയ തന്ത്രങ്ങൾ മെനഞ്ഞാലും ദൈവത്തിൻ്റെ സാന്നിധ്യത്തിന് മുമ്പിൽ ഇരുട്ടിന് പിടിച്ചു നിൽക്കുവാൻ കഴിയുകയില്ല. ശത്രുവിൻ്റെ ഗൂഢാലോചനകളെ തകർക്കുന്ന സാന്നിധ്യം നിങ്ങളോട് കൂടെ ചലിക്കുന്നത് കൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഭയപ്പെടേണ്ട. ദൈവം നിങ്ങളോട് കൂടെയുണ്ട്. ദൈവം നിങ്ങളെ ശക്തീകരിക്കും. ദൈവം നിങ്ങളെ സഹായിക്കും. തൻ്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ദൈവം നിങ്ങളെ താങ്ങും. നിങ്ങൾ എന്തിനാണ് ഭയപ്പെടുന്നത്? നിങ്ങൾ ആത്മാവിൽ
ദൈവ സാന്നിധ്യത്തെ തിരിച്ചറിയണം. ദൈവത്തിൻ്റെ വചനം നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ ദൈവം നിങ്ങളോട് കൂടെയുണ്ട്. നിങ്ങളെ തകർക്കുവാൻ ഈ ഭൂമിയിൽ ഒരു ശക്തിക്കും സാധ്യമല്ല. നിങ്ങൾ മുൻപോട്ട് തന്നെ പോകണം. നിങ്ങൾ പകച്ചു നിൽക്കരുത്, തളർന്നു വീണ് കിടക്കരുത്. നിങ്ങൾ മുൻപോട്ട് തന്നെ പോകണം. നിങ്ങളെ തകർക്കുമെന്ന് പറയുന്നവരെല്ലാവരും ദൈവ സാന്നിധ്യത്തിന് മുമ്പിൽ തകരാൻ പോവുകയാണ്. വചനത്തോട് പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.